ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമുക്ക് ആനുവൽ ഡേ ആണ്. അപ്പോൾ നമ്മൾ ആനുവൽ ഡേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കളറാണ് കേട്ടോ. രാവിലെ തന്നെ പോകണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മോറൽ എക്സാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഡാൻസ് വന്നിട്ട് ക്ലാസിക്കൽ പ്ലസ് വെസ്റ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്. വെൽക്കം ഡാൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ പാട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളി പാട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല വെയിലാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ ബാഗൊന്നും ഇല്ലല്ലോ, ഫ്രീ ആയിട്ടാണല്ലോ നടന്നു പോകണേന്ന്. ഗൈസ്, എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവളാണ് എൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ ചെന്നു. ഫസ്റ്റ് തന്നെ എക്സാം ഉണ്ടായിരുന്നു. അസംബ്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എക്സാം ചെയ്തതിന് ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡും കൂടെ കഴിച്ചു. ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു ഫുഡും കൂടെ കഴിച്ചോ, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മേക്കപ്പിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയി. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HSൽ ഡാൻസ് കളിക്കുന്ന പിള്ളേരുണ്ട്. അവരും ക്ലാസിക്കലാണ്. അപ്പോൾ അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കയറി മേക്കപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളി മേക്കപ്പാണ്. ഭയങ്കര ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തത്, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട ഒരേപോലെയാണ്, നിങ്ങളെ കണ്ട ഒരേപോലെ ഉണ്ട്, ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മയും അതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കണ്ട് ഒരേപോലെ ഉണ്ട്, ഒരേ ചായയിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് പോയി. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഐറ്റംസൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓറഞ്ച് മിഠായി, പിന്നെന്താ വേഫേഴ്സ്, ഓരോ ഐറ്റംസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ലിപ്സ്റ്റിക്ക് പോകാണ്ട് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ മാഷ് കണ്ടായിരുന്നു ഞങ്ങളെ കഴിക്കണത്. പിന്നെ മാഷ് ഞങ്ങൾക്ക് എന്താ പറയുക പുളിമിഠായി കൊണ്ടു തന്നായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഗസ്റ്റുകളുടെ സ്പീച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പ്രോഗ്രാം കുറച്ച് ലാഗായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കയറി. വെൽക്കം ഡാൻസ് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷൻ മാറി ഗൈസ്. അവരൊക്കെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിരുന്നു. മാഷിൻ്റെ കൂടെ നിന്ന് ചേട്ടന്മാർ, മാഷ്, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എൻ്റെ സോഷ്യോളജി എടുക്കുന്ന ജൂഡി മിസ്സ്, പിന്നെ സയൻസിലെ ജൂലിയ മിസ്സ്, മാഷ്, ഇവരൊക്കെ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പറയാനുള്ളത് എന്താ പറയുക, ഈ ഒരു വർഷം ഒരിക്കലും ഞാൻ മറക്കില്ല. അത്രയും മെമ്മറീസാണ് ഈ വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിലേക്ക് വന്ന ടൈമിൽ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഈ സ്കൂൾ പറഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അവിടെ HM, ടീച്ചേഴ്സ്, പിന്നെ സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ഗൈസ്. പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഏത് ജില്ലയിൽ ഇരുന്ന് കാണുന്നത് എന്ന് കൂടെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇന്നത്തെ ഡേയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഗൈസ്, ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേയും കൂടെയാണ് കേട്ടോ. ഇന്ന് അവൾക്ക് 16 വയസ്സ് തികഞ്ഞു. ഇപ്പം ഞങ്ങൾ 2 പേര് തമ്മിൽ ഏകദേശം 1.5 വയസ്സിന് വ്യത്യാസമുള്ളൂ കേട്ടോ. അവൾ +1 പഠിക്കുകയാണ്. ഹ്യൂമാനിറ്റീസാണ്, സെയിം സ്ട്രീമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം വെസ്റ്റേൺ കളിക്കുന്ന പിള്ളേർ കയറി വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ലാസ്റ്റ് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഗൈസ്. അതിനകത്ത് മാഷ് വരുന്നുണ്ട്, ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ച മാഷ്, HM സിസ്റ്ററിന് ഒരു മൊമെൻറ്റം നൽകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഭാഗം കേട്ടോ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് വെസ്റ്റേൺകാർ കയറി വരികയാണ്. അവരുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫ്രോക്ക് ആണെങ്കിലും പിന്നെ എന്താ പറയുക വെൽക്കം എന്ന് പറഞ്ഞ് നിൽക്കണതും, പിന്നെ ആനക്കൊമ്പ് കോടയൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ആനുവൽ ഡേ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.